ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു വീഡിയോ ആണ്. രാവിലെ ഞാൻ ഒരു റെസിപ്പിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില സാങ്കേതിക കാരണത്താൽ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞത്. അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരുമാണ്. അപ്പോൾ അവളെന്ത് ചെയ്തേ, കുബൂസിനെ പയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്ന്, അതായത് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കുഴക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് കടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നി. ഞാൻ അപ്പുറം പോയിട്ടില്ല എന്നല്ല, പോണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ഞാൻ ഈ ഒരു അരിക്കലത്തിലൊരു സാധനം പതിക്കാൻ വെച്ചിനേനും. ആത്തച്ചക്ക എന്ന് പറയും, അല്ലെങ്കിൽ സൈനാമഴയൊക്കെ എന്നാ പറയും. നമ്മൾ സൈനാമഴ എന്നാ പറയാറ്. അപ്പോൾ അത് ഓർമ്മ വന്ന്. അപ്പം നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തേ, കുബൂസിനെ കുഴച്ചിനല്ല, അപ്പോൾ അത് കൊടുക്കാൻ പോക്കാന്നേ. അപ്പോൾ ഇവിടുന്നാണ് പരത്തൽ ചുടലൊക്കെ ഇവിടുന്നാണ്. ഞാൻ കുഴക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആണ് എൻ്റെ പഴയ വീട്, ഞാൻ ആദ്യം താമസിച്ച വീട്. അപ്പോൾ ഇവിടെയാണ് ഗസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ ഇവിടുന്ന് എന്തൊക്കെ കടികളൊക്കെ ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കടികളൊക്കെ എന്താ നോക്കാൻ വേണ്ടിയിട്ടില്ല തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അളിയത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവിടുന്ന് 2-3 തരം കടികളൊക്കെ ആയി വരുന്നുണ്ട്. അത്രയും ആയിട്ടുള്ളൂ, ഏകദേശം ഒരു 1.5 മണി ആയും തോന്നും. അപ്പോൾ 2-3 പോളയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആക്കുന്നുണ്ട് തോന്നും. അങ്ങനെ അവിടെ വന്നേരം എനിക്ക് വീണ്ടും ഒരു പണി കിട്ടി. നെരിപ്പോള നീ ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന്, 2 വീട് അടുത്തടുത്ത് തന്നെയാണ്. അപ്പം നെരിപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു നെരിപ്പോള ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ പോയി നോക്കണേ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ പോളയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലായി എന്ന് വരും. അറിയാത്തവരാണെങ്കിൽ, അതായത് ഒന്നും അറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണേണ്ട എന്തായാലും വരും കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കേ. എന്നിട്ട് ഇതെന്ത് ചെയ്തേ, നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായി അരച്ച ശേഷം പിന്നെ ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ നൊര വെച്ചിട്ടാണ് ഈ ഒരു പോളി നമ്മൾ തയ്യാറാക്കുന്നത്. നല്ലോണം ഇത് ബീറ്റ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് പോളയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ 6 kg സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അല്പം മസാല വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 5-6 ലെയർ ഇങ്ങനെ ആക്കി പോവുക. പിന്നെ മസാലയൊന്നും ഒരുപാട് കുത്തി നിറച്ചിട്ട് കൊടുക്കണ്ട. നമ്മളെ മസാലയും മാവും ഇങ്ങനെ പൊങ്ങി വരും. ഇത്ര ലെയറാന്നുള്ള കണക്കൊന്നുമില്ലേ. നമ്മളെ മാവും മസാലയും കഴിയുന്നത് വരെ ഇത് ലെയറാക്കി കൊണ്ട് പോവുക. ചിലപ്പോൾ 5 ലെയറാവും, ചിലപ്പോൾ 6 ആവും, ചിലപ്പോൾ അതിൽ കുറഞ്ഞ് എന്നൊക്കെ വരും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മാവെന്ന് വെച്ചാൽ നമ്മൾ അടിച്ച നൂരയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നൂരയ നമ്മൾ സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് അത് ചിലപ്പോൾ ഊറി നിൽക്കും. ഊറി മീൻസ് അതായത് ആ മുട്ട എല്ലാം ഊറിയിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങളെന്താ ചെയ്യണമെന്ന് പറയും, പിന്നെയും അത് ബീറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ആ നൂര കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അത്രയും വേണ്ടു. ഓക്കെ, ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മളെ പൊള റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അസറസ്കാരെല്ലാം കഴിഞ്ഞ് ഏകദേശം 4:15 ഞാൻ അപ്പുറം പോട്ടെന്ന് വിചാരിച്ച് അപ്പുറത്തെ പരിപാടിയെല്ലാം എവിടം വരെ എത്തിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു പണി വന്നു, അതായത് ഷവർമ ഒന്ന് ചുറ്റിച്ച് എടുക്കൽ. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുത്താലേ എനിക്ക് അപ്പുറം പോകാൻ പറ്റും. പരത്തൽ ചുടലൊക്കെ അവർ തന്നെയാണ് ചെയ്തത്, സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൊണ്ടുത്തന്നത്. അപ്പോൾ രാവിലെ അവർ തുടങ്ങിയതാണ്. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കിടക്കുകയൊക്കെ ചെയ്തേ. രാവിലെ കിടന്നേ, അന്നേരം മോള് വന്നിട്ട് പറഞ്ഞ് ഹൈദരാബാദിൽ നിന്ന് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഹൈദരാബാദി ബിരിയാണി എന്നാളി ഇനി ഇവള് പറയുന്നതെന്ന് വിചാരിച്ച്.
പിന്നെ അന്ന് അറിഞ്ഞത് അവളുടെ ആരോ അമ്മായിയാ, അങ്ങനെ ആരോ ആന്ധ്രയിൽ നിന്ന് വരുന്നതെന്നേ. ആന്ധ്രയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല, അതായത് അവരുടെ ഏതൊരു കുടുംബക്കാരുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞ് വൈകുന്നേരം. അപ്പോൾ പിന്നെ അവർ വരുമ്പോൾ നമ്മൾ നല്ലോണം സ്വീകരിക്കണ്ടേ. അപ്പോൾ അതിലാണ് ഇങ്ങനെ ഒരു പരിപാടിയെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെന്നില്ല. രാവിലത്തെ ആ വീഡിയോൻ്റെ കാര്യം പറഞ്ഞ് വിചാരിക്കാണ്ട് കിട്ടിയതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ ഇവിടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവർക്ക് ചാവെടുക്കൽ അതോ ഇതൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലൊന്നും ഇതിലെ വീഡിയോയിൽ കാണിക്കുന്നില്ല, അതൊക്കെ മോശമല്ലേ മറ്റുള്ള ആളുകളെടുത്ത് വീഡിയോയിൽ ഇടൽ. അപ്പം ഇത്രയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.